കോമ്പൻസേഷൻ എന്നതിലുപരി നേരത്തെ തന്നെ ഇൻഷുറൻസ് തന്നെ ഉറപ്പാക്കിക്കൊണ്ട് പരീക്ഷണങ്ങൾ നടത്തുക. ഡോക്ടർ അനൂപ് തെക്കുവീട്ടിൽ, കേരളത്തിന്റെ അനുഭവത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ അനുഭവത്തിൽ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് നൈതികത ഉറപ്പാക്കിക്കൊണ്ട് സുതാര്യത ഉറപ്പാക്കിക്കൊണ്ട് എങ്ങനെയാണ് പരീക്ഷണങ്ങൾ നടക്കുന്നത്? അങ്ങനെ മാതൃകാപരമായ പരീക്ഷണങ്ങൾ ഇവിടെ എത്രമാത്രം നടക്കുന്നുണ്ട്? സുനിൽ പറഞ്ഞതുപോലെ എത്തിക്സ് കമ്മിറ്റിയാണ് ഇവിടെ മരുന്ന് പരീക്ഷണങ്ങളുടെ ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അതാണ് അതിൽ സൂപ്പർവൈസ് ചെയ്യുന്നത്, എത്രത്തോളം ശരിയായിട്ടാണ് ഒരു ഡ്രഗ് ട്രയൽ നടത്തുന്നത്. കാരണം എത്തിക്സ് കമ്മിറ്റിക്ക് എല്ലാ വിവരങ്ങളും കിട്ടിക്കൊണ്ടിരിക്കും. എത്ര രോഗികൾക്ക് എന്ത് സംഭവിക്കുന്നു ഇതെല്ലാം റിപ്പോർട്ട് ചെയ്യണമെന്നുണ്ട്. കുറെ കാര്യങ്ങൾ ശരിയാണ്. ചില എത്തിക്സ് കമ്മിറ്റികളുടെ ഫംഗ്ഷനെ പറ്റി ഒരുപാട് ഡിസ്കഷൻസ് നടന്നിട്ടുണ്ട്. കാരണം അതൊരു ഇപ്പോഴും ഒരു ലീഗലി ബൈൻഡിങ് അല്ല. എങ്ങനെ ഒരു എത്തിക്സ് കമ്മിറ്റി ഫോം ചെയ്യണം എന്നുള്ളതൊക്കെ ഒരു സ്വന്തം ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിനും അല്ലെങ്കിൽ ഓരോ ആശുപത്രിക്കും അവർക്ക് സ്വന്തമായിട്ട് എത്തിക്സ് കമ്മിറ്റി തുടങ്ങാം. അതിലെ മെമ്പേഴ്സിന്റെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ അതൊരു സീരിയസ് ആയിട്ടുള്ള ഡിഫക്റ്റ് ആണ്. അതിനെ കറക്റ്റ് ചെയ്യാനാണ് ഇപ്പൊ ഒരു രജിസ്ട്രേഷൻ ഗവൺമെന്റ് തുടങ്ങിയത്. ആരൊക്കെയാണ് എത്തിക്സ് കമ്മിറ്റിയിലെ മെമ്പേഴ്സ്, അവരുടെ എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത്. പക്ഷെ എത്രത്തോളം ഇഫക്റ്റീവായിട്ട് അവരത് ചെക്ക് ചെയ്യുന്നുണ്ടെന്നോ അതൊന്നും എനിക്കറിയില്ല. പക്ഷെ എല്ലാ എത്തിക്സ് കമ്മിറ്റിയും പറയാൻ പറ്റില്ല. പക്ഷെ ചില എത്തിക്സ് കമ്മിറ്റി വളരെ സീരിയസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. കാരണം എത്തിക്സ് കമ്മിറ്റിയുടെ മെമ്പേഴ്സിന് ഒരു ബാധ്യതയില്ല ഒരു ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട്. കാരണം കൂടുതലും അത് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. അപ്പോ അവരുടെ ചില കാര്യങ്ങൾ പറഞ്ഞെന്ന് വെച്ചാല് ഒരു ചില മെമ്പേഴ്സിന് ഒരു നിയമം പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആളുകൾ അതിൽ എത്തിക്സ് കമ്മിറ്റിയിലെ മെമ്പർ ആവരുതെന്നുണ്ട്. പല എത്തിക്സ് കമ്മിറ്റി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവരായിരിക്കും കൂടുതലും മെമ്പേഴ്സ്. അപ്പൊ അത് തന്നെ ഒരു വയലേഷനാണ്. അപ്പൊ എത്തിക്സ് കമ്മിറ്റിയുടെ സൂപ്പർവിഷൻ സുനിൽ പറഞ്ഞത് ഒരു തരത്തിൽ ശരിയാണ്. എത്രത്തോളം അത് മാത്രം ഇഫക്റ്റീവായിട്ട് നിൽക്കുന്ന കാര്യം ഒരിക്കലും അല്ല. കാരണം വെച്ചാൽ ഇന്ത്യയെ പോലുള്ള രാജ്യത്ത് നമുക്ക് ഒരു ഫെയ്ത്ത് ബേസ്ഡ് സൊസൈറ്റി അല്ല നമ്മളെ പലപ്പോഴും. അപ്പൊ അതിന്റെ ഡിഫക്റ്റ് എപ്പോഴും കാണുന്നുണ്ട് ഇങ്ങനെയൊക്കെ. അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും ലീഗൽ റിക്വയർമെന്റ്സ് നമുക്കിങ്ങനെ വരുന്നത്. മറ്റേ പുറത്തുള്ള രാജ്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എത്തിക്സ് കമ്മിറ്റിക്കാണ് എല്ലാ പവറും കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ ഗവൺമെന്റിന്റെയും സുപ്രീം കോടതിയുടെയും വിധികളാണ് കൂടുതൽ വരുന്നതും എങ്ങനെ ഒരു ട്രയൽ നടത്തണം എന്നുള്ളതൊക്കെ. അത് യൂഷ്വലി എത്തിക്സ് കമ്മിറ്റിക്ക് തീരുമാനിക്കാവുന്ന കാര്യങ്ങളാണിത്. ഒരു ട്രയൽ ഒരു രോഗി മരിക്കുകയാണെങ്കിൽ ആ ട്രയൽ നടത്തരുത് എന്ന് എത്തിക്സ് കമ്മിറ്റിക്ക് പറയാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ പലപ്പോഴും ശരിയാണ്, എത്തിക്സ് കമ്മിറ്റി പലപ്പോഴും അത് നിർത്താറില്ല. യെസ് ഡോക്ടർ അനൂപ് തിരിച്ചതാ. ഡോക്ടർ പ്രവീൺ ഭായ്, ഈ ഇരകൾക്ക് ഈ രീതിയിൽ നഷ്ടപരിഹാരം കൊടുത്തത് കൊണ്ട് മാത്രം പരിഹാരമാകുമോ? ഇത് പൂർണ്ണമായും ഒരു നീതി കിട്ടുന്ന അവസ്ഥയിലേക്ക് മാറുമോ? ഇവർക്ക് ഒരു കോമ്പൻസേഷൻ കൊടുത്തതുകൊണ്ട് മാത്രം ആയില്ല. കാരണം അത് ഇന്ന് സംഭവിച്ച് കഴിഞ്ഞു പോയ ഒരു പ്രശ്നത്തിൻ്റെ ഒരു ചെറിയ പരിഹാരം മാത്രമേ ആകുന്നുള്ളൂ. പക്ഷേ ഇതൊരു സിസ്റ്റമാണ്, ഇതൊരു കറപ്റ്റായി കഴിഞ്ഞു. ഈ കറപ്റ്റായിട്ടുള്ള സിസ്റ്റത്തിൽ ഇനി ഈ സിസ്റ്റത്തിൽ നിന്നുകൊണ്ടൊരു ചേഞ്ച് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ ഡോക്ടർ അനൂപ് ഇപ്പം പറഞ്ഞു, എത്തിക്സ് കമ്മിറ്റിയുടെ കാര്യം പറഞ്ഞു. ശരിക്കും എത്തിക്സ് കമ്മിറ്റി ജനങ്ങൾക്ക് വേണ്ടി നിൽക്കേണ്ട എത്തിക്സ് കമ്മിറ്റിയാണ്. ഇതൊരു മരുന്ന് കമ്പനിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ റിസർച്ച് നടത്തുന്ന ഡോക്ടർക്ക് വേണ്ടിയോ അല്ലെങ്കിൽ റിസർച്ച് നടത്തുന്ന ഒരു ഓർഗനൈസേഷന് വേണ്ടിയോ ഉള്ളൊരു കമ്മിറ്റിയല്ല. ഈ ഒരു എത്തിക്സ് കമ്മിറ്റിയിൽ ആരൊക്കെ പരീക്ഷണങ്ങൾ നടത്തുന്നു എന്ന് ജനങ്ങൾക്കറിയാൻ ഒരു മാർഗവുമില്ല. വളരെ ചുരുക്കം ചില ആശുപത്രികൾക്ക് മാത്രമാണ് അവരുടെ വെബ്സൈറ്റിൽ എത്തിക്സ് കമ്മിറ്റിയിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളൊരു കാര്യമുള്ളൂ. എനിക്കിപ്പോൾ ഒരു റിസർച്ചിനെ കുറിച്ച് അന്വേഷിക്കണമെങ്കിൽ ഒരു മാർഗവുമില്ല. അപ്പോൾ ഇത് നോക്കുമ്പോൾ എത്തിക്സ് കമ്മിറ്റികൾ വളരെ കൃത്യമായി പ്രവർത്തിക്കുകയും നല്ല രീതിയിൽ വരികയും ഒരു എത്തിക്കലായിട്ടുള്ള പ്രാക്ടീസ് ഉണ്ടാവുകയും വേണം. അല്ലാതെ ഇതിന് യാതൊരു മാർഗവുമില്ല. ഒരു കോമ്പൻസേഷൻ കിട്ടിയതുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ തൽക്കാലം ഇപ്പോൾ ഇന്ത്യയിൽ നടന്നു വന്നിരിക്കുന്ന ക്ലിനിക്കൽ ട്രയൽസ് എല്ലാം താൽക്കാലികമായ ഒരു നിന്ന അവസ്ഥയിലാണ്. തൽക്കാലം അത് മുന്നോട്ട് അങ്ങനെ തന്നെ പോകുന്നതായിരിക്കും നല്ലത് എന്ന് എനിക്ക് മാത്രമല്ല ഞങ്ങളെപ്പോലെ ചിന്തിക്കുന്ന പലരും അങ്ങനെ ചിന്തിച്ചു പോകുന്നു. കാരണം തൽക്കാലം നിൽക്കുകയും ഒരു നല്ല രീതിയിൽ പുതിയ ഗൈഡ് ലൈൻസ് വരണം, പുതിയ നിയമങ്ങൾ വരണം. ഒരു ശക്തമായ നിയമത്തോടു കൂടി ഒരു വിദേശ രാജ്യത്തിൽ അമേരിക്കയിലോ അല്ലെങ്കിൽ UK എങ്ങനെ റിസർച്ച് നടക്കുന്നു, അവിടെ ചെറിയ കുട്ടികളിൽ മുതൽ വയസ്സായ ആൾക്കാരിൽ വരെ റിസർച്ച് നടക്കുന്നു വളരെ നൈതികമായി. അതുപോലൊരു റിസർച്ച് നമ്മുടെ ഇവിടെയും വരാൻ പാകമാകുമ്പോൾ മാത്രം ഇത്തരം റിസർച്ച് മതി. അതുവരെ നമുക്ക് റിസർച്ച് വളരെ വ്യക്തമാണ് താങ്കളുടെ നിലപാട്. അഡ്വക്കേറ്റ് സുനിൽകുമാർ, ഇത്രയും കറക്റ്റഡ് ആയ സിസ്റ്റത്തിൽ അത്രയൊക്കെ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരുപാട് ഇടപെടലുകൾ, നിയമപരമായ ഇടപെടലുകൾ ഈ നൈതികത ഉറപ്പാക്കാൻ ഇനിയും വേണ്ടിവരും എന്ന് ചുരുക്കം.
ഇപ്പോൾ നിലവിലുള്ള നമ്മൾ ഈ ചർച്ചയ്ക്ക് നിദാനമായിട്ടുള്ള വിഷയം വരുന്നത് തന്നെ സുപ്രീം കോടതി ഇടപെടുന്നത് ഇത്തരത്തിലുള്ള NGO, ഇപ്പോൾ മധ്യപ്രദേശിലുണ്ടായിരുന്നത് സ്വാസ്ഥ്യ അധികാർ മഞ്ച് എന്ന് പറയുന്ന സംഘടന കൊടുത്ത പൊതു താല്പര്യ ഹർജിയിലാണ്. അപ്പൊ ഇത്തരത്തിലുള്ള നിതാന്തമായ ജാഗ്രത ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മരുന്ന് പരീക്ഷണങ്ങളിലെ പങ്കാളികളുടെ അവകാശങ്ങൾ എന്തൊക്കെയാണെന്നും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ ഒരു മാസ് ക്യാമ്പയിൻ പ്രോഗ്രാമിൽ പങ്കെടുത്ത ഒരാളാണ്. അപ്പോൾ ഈ പോകുന്ന എല്ലാ സ്ഥലങ്ങളിലും ഈ വിഷയം പറയുമ്പോൾ ആദ്യം ഇത് കേൾക്കുന്ന ആളുകളെല്ലാം വളരെ സംശയത്തോടു കൂടിയാണ് എന്നെ കേട്ടത്. കാരണം അവർ കാണുന്ന അല്ലെങ്കിൽ അവരെ സമീപിക്കുന്ന ഡോക്ടർ ഇത്തരത്തിൽ അവരെ പരീക്ഷണത്തിന് വിധേയരാക്കുമെന്ന് അവർക്ക് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. കാരണം അത്രമാത്രം ട്രസ്റ്റ് ഒരു രോഗി ഒരു ഡോക്ടറെ കാണുമ്പോൾ അദ്ദേഹം ആ ഡോക്ടറിൽ അർപ്പിക്കുന്ന വിശ്വാസം എന്ന് പറയുന്നത് 100% കൂടുതലാണ്. ആ വിശ്വാസത്തെയാണ് പലപ്പോഴും ഈ റിസർച്ച് ടേൺഡ് ബിസിനസ് ആയിട്ടുള്ള നിലവിലുള്ള ക്ലിനിക്കൽ ഡ്രഗ് ട്രയൽസിൽ പങ്കെടുക്കുന്ന ഡോക്ടേഴ്സ് ആണെങ്കിലും ആശുപത്രികളാണെങ്കിലും ചൂഷണം ചെയ്യുന്നതെന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം. അപ്പൊ ഇവിടെ എന്നോട് മരുന്ന് പരീക്ഷണം നടത്തുന്ന ഒരു ഡോക്ടർ പറഞ്ഞൊരു കാര്യം ഞാൻ പറയുകയാണ്. അദ്ദേഹത്തിന് ഞാൻ നേരിട്ട് എന്തുകൊണ്ട് ഈ മരുന്ന് പരീക്ഷണം ഇങ്ങനെ പോകുന്നു, നിലവിൽ നമുക്ക് എങ്ങനെ ഇത് കറക്റ്റ് ചെയ്യാൻ നിലവിൽ എന്തെങ്കിലും സംവിധാനം ഉണ്ടോ എന്ന് അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നിലവില് മരുന്ന് പരീക്ഷണത്തിൽ പങ്കെടുക്കുന്ന ആളുകളുടെ അവകാശങ്ങൾ അത് നടത്തുന്ന ഡോക്ടറുടെ പേഴ്സണൽ ഇന്റഗ്രിറ്റിയിൽ അധിഷ്ഠിതമായിരിക്കുന്നു എന്നാണ്. അങ്ങനെ ഒരു ഡോക്ടറുടെ പേഴ്സണൽ ഇന്റഗ്രിറ്റിയെ അധിഷ്ഠിതമാക്കിക്കൊണ്ട് ഒരിക്കലും ഇത്രയും ആളുകളുടെ മനുഷ്യാവകാശങ്ങൾ നമുക്ക് റിസ്ക് ആക്കി എടുക്കാൻ പറ്റില്ല എന്നാണ് എന്റെ അഭിപ്രായം. വളരെ നന്ദി അഡ്വക്കേറ്റ് സുനിൽകുമാർ. ഒപ്പം ഡോക്ടർ ജയകൃഷ്ണൻ, ഡോക്ടർ അനൂപ് തെക്കുവീട്ടിൽ, ഡോക്ടർ പ്രവീൺ പൈ ഈ ചർച്ചയിൽ പങ്കെടുത്തു.